ഇത് നമ്മളെ പ്രദേശത്തുള്ള കുട്ടികളാണ്. അവർക്ക് മഴക്കാലമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കളിക്കാൻ ഗ്രൗണ്ടൊന്നുമില്ല. പിന്നെ അവർ ഈ റൂട്ടുമ്മലൊക്കെ കളിക്കൽ. ഇവരൊക്കെ വളരെ പാവപ്പെട്ട വീട്ടിലുള്ള കുട്ടികളാണ്. അത്യാവശ്യം കളി കണ്ടിട്ട് അത്യാവശ്യം നല്ല ബോൾ കൺട്രോളിംഗ് ഉള്ള കുട്ടികളാണ്. ഇവർക്ക് കാണിച്ചിട്ടുണ്ടെങ്കിൽ അക്കാഡമിയിലൊന്നും ചേർത്തിട്ട് കളിപ്പിക്കാനുള്ള ഒരു ഇതില്ല. അക്കാഡമിയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഫീസ് അടിക്കണം, അവർക്കുള്ള കിറ്റുകൾ വാങ്ങണം ഒക്കെ ഉണ്ട്. അതിനൊന്നും ഇല്ല. ഇവിടെയൊക്കെ ചെറിയ വീടുകളിലൊക്കെ താമസിക്കുന്ന കുട്ടികളതൊക്കെ എല്ലാം കളിക്കുന്നൊക്കെ ഉണ്ട്. അവരെ കളി കണ്ടപ്പോൾ ഞാൻ അങ്ങനെ വീഡിയോ എടുത്താണ്. ഒരാൾ ഗോളടിച്ചപ്പോൾ മറ്റവരെ കളിയാക്കണേ. അതിൻ്റെ ഇടയ്ക്ക് കാറ് പോവും, അപ്പോൾ പോസ്റ്റ് പൊളിയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഒരാളുണ്ടല്ലോ, ഒരാൾ ട്രിബിൾ ചെയ്തിട്ട് അവൻ്റെ സെൻറ്ററിൽ കൂടെ അടിച്ചു. ഇതാവും ഇനിയിപ്പോൾ ഒരു ഇതാക്കാൻ ബോളിൻ്റെ കൺട്രോൾ കണ്ടില്ല, വലിച്ച് കളിക്കുന്നുണ്ടല്ലേ. നല്ല കൺട്രോളിങ്ങില്ല കുട്ടികളാണ്. ഇവരൊക്കെയാണ് ശരിക്കും എടുത്ത് വളർത്തേണ്ടത്. അതിന് എവിടെ നമ്മളെ ആളുകൾക്ക് കണ്ടെത്താനൊന്നും ചെറുപ്പം ഈ പ്രായത്തിലെ കുട്ടികളെ കണ്ടെത്തിയിട്ട് അതിന് വലിയൊരു അവസാനം കൊടുത്ത് അവരെ നല്ല പ്ലേയേഴ്സാക്കി മാറ്റി കൊണ്ടുവരാനുള്ള ഇതൊന്നുമില്ല. ഇപ്പോഴും അക്കാഡമികളൊക്കെ ഉണ്ട് പല ഭാഗത്തും. പക്ഷേ അതൊക്കെ ഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്കും വേണമല്ലോ അതിൻ്റെതായ ചിലവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇങ്ങനെയുള്ള കുറേ കുട്ടികളൊക്കെ ഉണ്ട്. ഇങ്ങനെയുള്ള കുട്ടികൾക്കാണ് ബുദ്ധിമുട്ട്. അവർക്ക് എവിടെയും പോയിട്ട് ഓരോ കഴിവ് തെളിയിക്കാൻ കഴിയാത്തൊരവസ്ഥയാണ്. ഇവിടെ പാടങ്ങളൊക്കെ ഉണങ്ങുമ്പോൾ മാത്രമേ ഈ കുട്ടികൾ അവിടെ കളിക്കൽ കാണല്. അല്ലെങ്കിൽ ഇതേമാതിരി റോട്ടുമേൽ ഒരു പോസ്റ്റ് വെക്കും, കളിക്കും. വീണ്ടും ഇതേമാതിരിയുള്ള വീഡിയോകളുമായിട്ട് ഞാൻ ഇനിയും വീണ്ടും വരും. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, ബെൽ ബട്ടൺ വെക്കുക. അങ്ങനെയുള്ള എല്ലാ പരിപാടികളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയും പുതിയ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് കാണാം. ഓക്കെ, ബൈ.